ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആൻലി ആൻഡ് ഓസ്റ്റിൻസ് വേൾഡ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങൾ എറണാകുളത്ത് ഒരു ലക്ഷറി ക്രൂയിസിൽ ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഈ ക്രൂയിസിൻ്റെ പേര് നെഫർട്ടിറ്റി ലക്ഷറി സീ ക്രൂയിസ് എന്നാണ്. ഇതൊരു ഗവൺമെൻറ് ക്രൂയിസാണ്. നെഫർട്ടിറ്റി എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ ക്യൂവിൻ്റെ നെയിമാണ്. ഈ ഷിപ്പ് ഫുൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈജിപ്ഷ്യൻ സ്റ്റൈലിലാണ് കേട്ടോ. ബോൾഗാട്ടി ഐലൻഡിൽ നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഞങ്ങൾ 5 പേരാണ് പോയത്. 5 പേർക്ക് 8500 രൂപയാണ് ആയത്. ഞങ്ങൾ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത്. പെർ പേഴ്സൺ ഒരു 1700 രൂപയൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഷിപ്പിലോട്ട് എൻ്റർ ചെയ്തു. ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളെ ഷിപ്പിലോട്ട് കയറ്റി വിടുന്നത്. കയറിയപ്പോൾ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്ന് നമ്മളെ അവിടെ ഒരു ഹോളിലോട്ട് കയറ്റിയിരുത്തി. 4 മണിക്കൂർ കടലിലൂടെയുള്ള ഒരു മനോഹരമായ യാത്രയാണ് ഇവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത്. ഈവനിങ് 3 PM സ്റ്റാർട്ട് ചെയ്ത് ഒരു 7 PM തിരിച്ചെത്തുന്ന രീതിയിലാണ് ട്രിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2:30 ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ എത്തി. 3 മണിക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ പേരൊക്കെ വരാനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നമ്മൾ ഇരിക്കുമ്പോൾ എൻ്റർടൈൻമെൻറ്റിന് അവർ പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. കോപ്പിറൈറ്റ് വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ പാട്ടിൻ്റെ ഓഡിയോ ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി സിംഗേഴ്സാണ്, നല്ല പാട്ടുകളായിരുന്നു. അതുപോലെ ഈ യാത്രയിലുടനീളം നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരൊരുപാട് പാട്ടും ഡാൻസും ഗെയിമുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 മണിക്ക് ബോർഡിംഗ് ക്ലോസ് ചെയ്തു. അതിനുശേഷം അവർ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നു. അതിനകത്ത് ഈ ക്രൂയിസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഷിപ്പ് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈജിപ്ഷ്യൻ മോഡലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിപ്പം 7 വർഷത്തോളമായിട്ട് നമ്മൾ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20 കോടിയോളം രൂപയാണ് ഇതിന്റെ മൊത്തമായിട്ടും ചെലവ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം അതിലും കൂടും. 7 വർഷത്തിന് മുന്നത്തെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇതൊരു ഗവൺമെന്റ് ക്രൂയിസ് ആണ്. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഇതൊരു ഗവൺമെന്റ് ക്രൂയിസ് ആണ്. നമ്മൾ ഇതിനകത്ത് ഏകദേശം 10-45ഓളം സ്റ്റാഫുകളുണ്ട്, ക്രൂസ് ഉണ്ട്, 10-45ഓളം പേരുണ്ട്, ആർട്ടിസ്റ്റുകളായിട്ടുണ്ട്, അതുപോലെ തന്നെ കാറ്ററിംഗ്, അതുപോലെ ബൗൺസേഴ്സ് എല്ലാം, അങ്ങനെ ക്രൂസ് എല്ലാം ആയിട്ട് ഒരു 45ഓളം സ്റ്റാഫുകൾ ഇതിനകത്ത് തന്നെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഫർട്ടിറ്റി ഈജിപ്ഷ്യൻ ക്യൂവിന്റെ നെയിമാണ്. പിന്നെ ഇത് ഫുൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈജിപ്ഷ്യൻ സ്റ്റൈലാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഹാളിന്റെ പേര് ബാങ്കറ്റ് ഹാൾ എന്നാണ്. ഇവിടെ നേരെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ലേഡീസിനും ജെന്റ്സിനും സെപ്പറേറ്റ് ആയിട്ട് വാഷ്റൂം ഉണ്ട്. റൈറ്റ് സൈഡിൽ ഒരു മിനി തിയേറ്റർ ഉണ്ട്. ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്നത് നെക്സ്റ്റ് മുകളിലുള്ളത് റെസ്റ്റോറന്റ് ഏരിയ ആണ്. അവിടെയാണ് നമ്മൾ ടീ, കോഫി, സ്നാക്സ്, ഡിന്നർ ഒക്കെ നമ്മൾക്ക് സെർവ് ചെയ്യുന്നത്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു ബാർ കൗണ്ടർ ഉണ്ട്. ബാർ കൗണ്ടർ പെയ്ഡ് ആണ്. പേയ്മെന്റ് വേണം. പേയ്മെന്റ് ചെയ്തിട്ടാണ് ബാർ കൗണ്ടറിൽ നമ്മൾ ചെയ്യുന്നത്. അതിനോട് തൊട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലേഡീസിനും ജെന്റ്സിനും സെപ്പറേറ്റ് വാഷ്റൂം ഉണ്ട്. പിന്നെ കിഡ്സിന് പ്ലേ സ്റ്റേഷൻ, ഒരു പ്ലേ ഏരിയ കൂടി അവിടെയുണ്ട് ഇതിന്റെ മുകളിലത്തെ ഡെക്കിൽ. അതിന്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ ഓപ്പൺ ഡെക്ക് വരുന്നത്. ഓപ്പൺ ഡെക്കിലാണ് നമ്മൾ സൈറ്റ് സീയിങ് ആസ്വദിക്കാൻ പോകുന്നത്. കൊച്ചിയുടെ മനോഹര ഇൻട്രൊഡക്ഷന് ശേഷം മനോഹരമായൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു സിംഗേഴ്സിൻ്റെ. അതിനുശേഷം നമ്മൾ അപ്പർ ഡെക്കിലോട്ട് പോവാണ് വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. 2 സൈഡിന് സ്റ്റെയർ ഉണ്ട്. അപ്പോൾ ഇവിടെ തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലെ സ്റ്റെയറിൽ കൂടെയാണ് പോയത്. ഞങ്ങളെല്ലാവരും ഓപ്പൺ ഡെക്കിലോട്ടാണ് ആദ്യം തന്നെ പോയത്. അപ്പോൾ നമുക്ക് സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഓപ്പൺ ഡെക്ക്. നമ്മൾ യാത്ര തുടങ്ങുന്നത് വേമ്പനാട്ട് കായലിൽ നിന്നാണ്. അറബിക്കടലിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു 4 മണിക്കൂർ കടലിലൂടെയുള്ള യാത്രയാണ്. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് കൊച്ചിയിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, അതുപോലെ എന്തൊക്കെയാണ് കാണുന്നതെന്ന് അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. സൈഡിൽ നമ്മൾ കാണുന്നത് എന്തൊക്കെയാണെന്ന് അവർ നമുക്ക് അവിടെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ചെങ്ങല കെട്ടി വെച്ചിരിക്കുന്ന ഏരിയ കണ്ടോ, അവിടേക്ക് പോകരുതെന്ന് അവർ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കുട്ടികളെ എടുത്ത് വെച്ചിട്ട് നിൽക്കരുത്, അങ്ങനെ ചെങ്ങല വെച്ചേക്കുന്നിടത്തൊന്നും പോയി നിൽക്കരുതെന്നൊക്കെ അവർ ഇൻസ്ട്രക്ഷൻസിൽ തന്നിട്ടുണ്ടായിരുന്നു. സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ആഡംബര കപ്പലുകളൊക്കെ അവിടെ കിടക്കുന്നത് കാണാം. ഓപ്പൺ ഡെക്കിൽ നിന്ന് കുറച്ച് നേരം വ്യൂസൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ താഴേക്ക് പോയി. താഴെ റെസ്റ്റോറൻറ്റും മിനി തിയേറ്ററൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താഴേക്ക് വന്നു. താഴത്തെ ഫ്ലോറിൽ നിൽക്കുമ്പോഴും നമുക്ക് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ.
തൊട്ട് താഴെയുള്ള ഫ്ലോറിൽ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് റെസ്റ്റോറൻറ്റിലോട്ടാണ് കയറിയത്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് ഏരിയ. ഈജിപ്ഷ്യൻ മോഡലിലാണ് കേട്ടോ ഇവിടെ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മൊത്തം സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും മുകളിൽ സൈഡ് സീയിങ് കണ്ട് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്നാലും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ സൈഡിൽ വ്യൂസൊക്കെ. ഇതാണ് ബാർ കൗണ്ടർ. ഇവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം. റെസ്റ്റോറൻറ്റിൽ നിന്ന് പിന്നെ ഞങ്ങൾ കാണാൻ പോയത് കുട്ടികളുടെ പ്ലേ സ്റ്റേഷനാണ്. ഇതാണ് പ്ലേ ഏരിയ. ഇവിടെ കുറേ വീഡിയോ ഗെയിംസുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ. അതുപോലെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേയിങ് തിങ്സുകളൊക്കെ ഇവിടെ കാണാം. പിന്നെ ഇവിടെ ഒരു മിനി തിയേറ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി കണ്ടു നോക്കാം. ഇത് നമ്മൾ കയറി വന്നപ്പോൾ ഇരുന്ന ഹാളാണ്, ബാങ്കറ്റ് ഹാൾ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ പുറത്തായിട്ടാണ് മിനി തിയേറ്റർ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലോട്ട് കയറി. അവിടെ ഒരു മൂവി റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലോക മൂവിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു തിയേറ്റർ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. തിയേറ്ററിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, പക്ഷെ മൂവി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ മുകളിലോട്ട് തന്നെ പോയി. പിന്നെ ടീ ബ്രേക്കിൻ്റെ ടൈം ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി റെസ്റ്റോറൻറ്റിലോട്ട് വന്നു. അപ്പോൾ അവിടെ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു ഒരു സിംഗർ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. റെസ്റ്റോറൻറ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നും നമുക്ക് സൈഡ് വ്യൂസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു, വ്യൂസൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓപ്പൺ ഡെക്കിലോട്ട് തിരിച്ചു പോയി. അവിടെയാണ് നമുക്ക് എൻ്റർടൈൻമെൻറ്റൊക്കെ ഉള്ളത്. ഡാൻസും പാട്ടും ഗെയിമുകളൊക്കെ ഉള്ളത് ഇവിടെയാണ്. നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാട്ടും ഡാൻസും ഗെയിമുകളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒട്ടും ബോറടിക്കില്ല കേട്ടോ. 4 മണിക്കൂർ കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല എന്ന് തന്നെ പറയാം. അത്രയും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ദുബായിൽ വെച്ചിട്ട് ഞങ്ങളൊരു യാറ്റിൽ ട്രിപ്പ് പോയിരുന്നു, ദുബായ് മറീനയിൽ നിന്ന്. അതിൻ്റെ വീഡിയോ ഞങ്ങൾ നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ഇതുപോലെ തന്നെ മനോഹരമായൊരു ട്രിപ്പായിരുന്നു അതും. പിന്നെ സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് അവർ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സൺസെറ്റും നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ വ്യൂസ് എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. നല്ല മനോഹരമായ യാത്രയായിരുന്നു കേട്ടോ. 7 മണി വരെയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഡിന്നറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ ഫുഡായിരുന്നു.
പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓപ്പൺ ഡെക്കിലോട്ട് പോയി. അവിടെ നമുക്ക് നൈറ്റ് വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് DJ ഉണ്ട്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് തീരുന്നതിന് മുന്നേ നല്ലൊരു അടിപൊളി DJ വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. അങ്ങനെ ഒരു 7:15 ഒരു 7:30 മുന്നായിട്ട് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.